ചേച്ചി പറഞ്ഞ പോലെ എന്റെ ആദ്യത്തെ പ്രോജക്റ്റ് സമയം സംഗമം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു നേരത്തെ. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ജോലി വേറെ എന്തെങ്കിലും കാര്യം അതിന് മുമ്പ് ഇല്ല സ്റ്റാർട്ടിങ്ങില് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിയിലോട്ട് വന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ 500 രൂപയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഉള്ള കാര്യം പറയാം, ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ഉള്ള കാര്യം പറയാം. പിന്നെ ഞാൻ ജോലി ചെയ്തത് റിലയൻസ് ഇൻഫോകോമിലായിരുന്നു. ആസ് വെബ് ഗൈഡ് ആയിട്ടാണ് ജോലി ചെയ്തത്. പക്ഷേ ഈ അഭിനയം എന്ന് പറയുന്ന ആ ഇതിൽ അഭിനയിച്ചുകൊണ്ട് ഉള്ളിൽ ഇങ്ങനെ അതിന്റെ ഒരു ഇതിങ്ങനെ കിടക്കണം. നമുക്കറിയാലോ ഈ അഭിനയത്തിന്റെ അങ്ങനെയാണ് എനിക്ക് മിന്നൽ കേസരി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിലെ നായകനായിട്ട് ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ക്യാരക്ടറാണ്. അത് എന്റെ സമയദോഷം കൊണ്ട് 50 എപ്പിസോഡിൽ അങ്ങനെ അവസാനിച്ചു. ടൈറ്റിൽ റോൾ ചെയ്യാൻ പറ്റി, ടൈറ്റിൽ റോൾ ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാൽ കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷമാണ് അതേ പ്രൊഡക്ഷൻസ് അതേ ഡയറക്ടർ. അതെ അതെ. അപ്പോൾ അതില് നായകനായിട്ട് ചെയ്തു. 50 എപ്പിസോഡിൽ അവസാനിച്ചു. അപ്പോഴും അവിടെ ഇങ്ങനെ ഒരു ഡൗട്ടിലിങ്ങനെ നിൽക്കണം. ഇതെന്റെയൊക്കെ രണ്ടാമത് തന്നെ ഒരു പ്രോജക്റ്റ് ഏഷ്യാനെറ്റിൽ വിളിച്ചു. അത് ഈ പറയുന്ന പോലെ ക്ലൈമാക്സ് സമയത്താണ് ഞാൻ പോയി ജോയിൻ ചെയ്തത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി നവീനായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നത്. രണ്ടാമത്തെ ഷെഡ്യൂളിൽ അതും നിന്ന് എൻ്റെ അനീഷേട്ടാ പിന്നെ അൺലക്കി സ്റ്റാർ, രാശിയില്ലാത്തവൻ എന്നുള്ള പേരിൽ എന്നെ ആരും വിളിക്കാണ്ടായി. ഇതെൻ്റെ ഭാര്യക്കും ഫാമിലിക്കൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യൻ വിളിക്കാണ്ടായി. ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടുമുണ്ട്. സപ്പോർട്ടില്ല. ഈ പറയുന്ന പോലെ ഈ മീഡിയ ഫീൽഡിൽ നിന്ന് യാതൊരു സപ്പോർട്ടില്ല. എൻ്റെ അടുത്ത് ഇതുപോലെ പല ആൾക്കാരും വിളിച്ചിട്ട് എടാ നിനക്ക് എന്താണ് മാനസപുത്രിയിലൊക്കെ പോയി അഭിനയിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു എടാ അവസരം കിട്ടണ്ടേ. അതല്ലടാ അത് എത്രയോ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കണം, നീ എങ്ങനെ ചെന്നാൽ പെട്ടെന്ന് തീരുവല്ലടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ മാനസികമായിട്ടൊക്കെ ഭയങ്കര ഒരു ഭീകരാവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഞാൻ വിഷ്ണുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഓർത്ത് ആരവസരം തരാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നമുക്ക് വെറുതെ ഇരിക്കണ സെറ്റല്ല, മോശമാണ്. എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മായിപ്പൻ്റെ അടുത്ത് ചോദിക്കണം എന്ത് ചെയ്യുന്നു നോക്കിയാൽ മോശമല്ല. അപ്പൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഒരു ടാറ്റ ഇൻഡിക്ക കാറ് ടാക്സി എടുത്തു. 2.5 കൊല്ലം പാക്കേജ് ടൂൾസ് ആയിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. 2.5 കൊല്ലം. അതായത് ഹിന്ദിക്കാരെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് മൂന്നാർ പോകുന്നു. അന്ന് ദിവസം കാറിൻ്റെ ഉള്ളിലാണ് സ്റ്റേ. ബാത്റൂമില്ല ഒന്നുമില്ല. ആലോചിക്കണം, അവരുടെ സൈഡ് ബാത്റൂമിലൊക്കെയാണ് പോകുന്നത്. രണ്ടാമത് നമ്മൾ അത് കഴിഞ്ഞ് തേക്കടി പോകുന്നു. മൂന്നാമത് ട്രിവാൻഡ്രം വരുന്നു. ട്രിവാൻഡ്രം വരുമ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, എൻ്റെ ഉള്ളിൽ അന്നാലും ഇതിങ്ങനെ കിടക്കണം അനീഷേട്ടാ. ഇതിൻ്റെ മഞ്ഞ ബോർഡാണല്ലോ. ഞാൻ ആ മഞ്ഞ ബോർഡ് സൈഡിൽ മഞ്ഞ വെക്കൂല. ആ മഞ്ഞ ബോർഡ് മാറ്റിയിട്ട് ഞാൻ ഈ വെള്ള ബോർഡ് എടുത്ത് വെക്കും. അതേ സെയിം നമ്പറിൽ തന്നെ. കാര്യം എന്നറിയോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ചെന്നപ്പോൾ ലൊക്കേഷനിൽ പറയണേ എടാ നീ ടാക്സിയാണെടാ, നീ എന്താ ടാക്സി ഓടിച്ചാണ് നടക്കുക. ഞാൻ പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഒരു ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ഭയങ്കര വിഷമം തട്ടാൻ തുടങ്ങിയ അനീഷേട്ടാ. 2.5 കൊല്ലം ഞാൻ ടാക്സി ഓടിച്ച് എൻ്റെ ഫാമിലിക്ക് അറിയാം. അന്ന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന എൻ്റെ ഫാമിലി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. 2.5 കൊല്ലം ടാക്സി. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും സീരിയലിൽ അന്ന് കുറച്ചെങ്കിലും മോഹം കണ്ടുള്ള ആൾക്കാർ നല്ല കണ്ടു പരിചയമുണ്ടല്ല. എവിടെയാണ് ആലോചിക്കണം. അപ്പോഴും ഞാൻ ടാക്സി ആയിട്ട് വരാൻ കൊണ്ടുപോകണം. ഞാൻ പറയും ഞാനിങ്ങനെ ഇവിടെ താമസിക്കുന്നത്. എനിക്ക് പറയാൻ ഭയങ്കര ഇതാണ്. 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞ അതാണ്, പിന്നെ എന്തിനാ ഈ ടാക്സിയൊക്കെ ഓടിച്ച് നടക്കണത്. ഈ വിഷ്ണു പറയണ പോലെ ഞാൻ പറയുന്നുണ്ട്, അല്ല എനിക്ക് നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. അയ്യയ്യേ ടാക്സി ഒന്നും ഓടിച്ച് നടക്കില്ലേ, ഭയങ്കര നാണക്കേടാ. എൻ്റെ ഭാര്യ ഒന്ന് പറയണമൊക്കെ, അവള് ടീച്ചറാണ് ആ സമയത്ത്. എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് എന്ന് ചോദിക്കുമ്പോൾ ടാക്സി ഡ്രൈവറാണെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലാണ് കിടന്ന് ഒരു ഈ ഭ്രാന്തി ഇങ്ങനെ കിടന്ന് ഇതിങ്ങനെ അലട്ടിയാണ്. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിട്ട്. ഞാൻ പറഞ്ഞു ഇനി വരണത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ എല്ലാവരോടും പോയി ചാൻസ് ചോദിക്കില്ലായിരുന്നു. ഇപ്പോഴും എല്ലാവരും പോയി ചാൻസ് വെച്ച് അവിടെ നിന്ന് എനിക്ക് ബാലാമണി എന്ന് പറഞ്ഞൊരു സീരിയലിലോട്ട് ഒരു എൻട്രി കിട്ടി. ഗിരീഷ് കോന്നി സാറ് എൻ്റെ പ്രോജക്റ്റിൽ ഒരു എൻട്രി കിട്ടി. ആ എൻട്രി അന്ന് അവിടെ തുടങ്ങി. ഇന്ന് ദൈവം അനുഗ്രഹിച്ച് ഇൻഡസ്ട്രിയിൽ പോകുന്നു. സിനിമ ചെയ്തു. വിഷ്ണു പറഞ്ഞ പോലെ അല്ലെങ്കിൽ നവീൻ പറഞ്ഞ പോലെ ഏത് ജോലിക്കും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട്. പക്ഷേ നവീന്റെ ഉള്ളിലെ കലാകാരനാണ് ഇത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് കലാകാരനെ പിടിച്ചു കിട്ടാൻ പറ്റില്ലാണെങ്കിലും മുറുക്കെ പിടിക്കും. ചോര പൊടിയാണെങ്കിൽ പൊടിയട്ടെ എന്നുള്ള മൈൻഡിൽ തന്നെ ഇങ്ങനെ എനിക്ക് കിട്ടും. അതിനുള്ളിൽ കിടക്കുന്ന കലയാണ് ഈ തിളച്ചു പൊന്തിയതും ഈ മറ്റ് അത് വേണോ വേണ്ടെന്നൊക്കെ ചോദിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ വേറൊരു കാര്യം ഉണ്ടല്ലോ, നമുക്കൊരു കഴിവുണ്ട്. അത് പ്രതിഫലിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ ഇങ്ങനെ നടന്നാലോ ശരിയാവില്ലല്ലോ. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഇവിടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഏതായാലും എല്ലാവരുടെ ഉള്ളിലും